CHR മേഖലയിലെ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് മാത്രമേ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയുള്ളൂവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. CHR വിഷയത്തിൽ ജനങ്ങൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനുമായി നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് കോട്ടൂരിൽ നടന്ന ജനകീയ സദസ്സിലായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഫോറസ്റ്റ് ഒന്ന് കൊടുത്തു, റവന്യൂ ഒന്ന് കൊടുത്തു, ആര് കൊടുക്കുന്നുള്ളതല്ലോ, ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നു, ഇതാണ് ചിന്തിക്കേണ്ടത്. സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്ന ഗവൺമെൻറ്റിനോടാണ്, മറുപടി പറയുന്നത് ഗവൺമെൻറ്റാണ്. അത്തരം വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഗവൺമെൻറ് ഉചിതമായ രീതിയിൽ കർഷകർക്ക് അനുകൂലമായിട്ടും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ഒരാശയക്കുഴപ്പം ആശങ്ക അതിനകത്ത് ഉണ്ടാകേണ്ടതായിട്ടില്ല. CHR മേഖലയിലെ കർഷകരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചും ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കുകയുള്ളൂ എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായ നിലപാടുകളാണ് വേണ്ടത്. വനം, റവന്യൂ വകുപ്പുകളുടെ തർക്കം സർക്കാരിനെ ബാധിക്കില്ല. ജനങ്ങളുടെ താൽപ്പര്യത്തെ ഹനിക്കുന്ന ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ ഇടുക്കിയിൽ 1 ഇഞ്ച് സ്ഥലം പോലും ഇനി വിട്ടുകൊടുക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. 2,15,720 ഏക്കർ സ്ഥലം CHR മേഖലയിൽ വനഭൂമിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് വ്യാജരേഖയാണ് പരിസ്ഥിതി സംഘടനകൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് 15,720 ഏക്കർ മാത്രമാണ്. ഇതും സംസ്ഥാന സർക്കാർ കോടതിയെ ജനിപ്പിച്ചിട്ടുണ്ട്. CHR ഭൂമി വനമല്ല, റവന്യൂ ഭൂമിയാണെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. സുപ്രീം കോടതിയിൽ മുൻപ് നൽകിയ സത്യവാങ്മൂലത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ഇതെല്ലാം മറച്ചുവെച്ച വിഷയത്തിൽ ചില നിക്ഷിപ്ത താൽപ്പര്യക്കാർ വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങളാണ് ഉയർത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. നൂറുകണക്കിന് ആളുകളാണ് ജനകീയ സദസ്സിൽ പങ്കെടുത്തത്. അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് XMB, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ, കേരള കോൺഗ്രസ് J ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ്, വിവിധ കർഷക സംഘടനകളെ പ്രതിനിധീകരിച്ച് ഫാദർ ആൽബിൻ പുൽത്തകടിയൻ, സ്റ്റെനി പോത്തൻ, അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ്, മാത്യു വർഗീസ്, PM ബേബി, സാജൻ കുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.